ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു രാത്രി കൂടെ ദൈവത്തിൻ്റെ പാദത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം തന്ന ആയുസ്സിനും ആരോഗ്യത്തിനുമായിട്ട് നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. നാം റോമാലേഖന പഠന പരമ്പരയിലാണല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ നാം അറിയേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ കൂടി വരവിൽ ചിന്തിച്ചത്. 6-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നാം നോക്കുമ്പോൾ, പാപസംബന്ധമായി മരിച്ചവർ എന്ന് നിങ്ങളെ അറിയുന്നില്ലയോ? കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റവർ എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? അവൻ്റെ മരണത്തിൽ നിങ്ങൾ പങ്കാളികൾ എന്നറിയുന്നില്ലയോ? അവനോടൊപ്പം നിങ്ങൾ കുഴിച്ചിടപ്പെട്ടവരാണല്ലോ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഉയർത്ത് ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടുന്നവരല്ലേ നിങ്ങൾ എന്നറിയുന്നില്ലയോ? ഇനി മരണത്തിന് എൻ്റെ മേൽ, നമ്മുടെ മേൽ കർത്തൃത്വമില്ല എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഇങ്ങനെ നിങ്ങൾ അറിയുന്നില്ലയോ എന്ന കുറേ കാര്യങ്ങൾ, ഡോണ്ട് യു നോ, ഇതറിഞ്ഞ ഒരാൾ പറഞ്ഞു, അല്ലയോ മരണമേ നിന്റെ ജയം എവിടെ? അല്ലയോ മരണമേ നിന്റെ വിഷമുള്ളവിടെ? ഹല്ലേലൂയ. ഇനി അതിന് എൻ്റെ മേൽ ഒരു സ്ഥാനവുമില്ല. ഇനി നിനക്കെന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം ഞാൻ ഉയരങ്ങളിൽ നിന്നൊരു ജനനം പ്രാപിച്ചു, ഉയരങ്ങളിൽ നിന്നൊരു ജീവൻ എനിക്ക് ലഭിച്ചു. അതിനെ തോൽപ്പിക്കാൻ ഈ കീഴേ നിന്ന് വരുന്നതിനൊന്നും സാധിക്കയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്. ഹല്ലേലൂയ. ഈ ഒരു ബോധ്യത്തിലേക്ക് നാമും കടന്നു വരണം. അല്ലയോ മരണമേ നിന്റെ ജയം എവിടെ? അല്ലയോ മരണമേ നിന്റെ വിഷമുള്ളവിടെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ബ്രദറെ, പിന്നെയും എൻ്റെ ഉള്ളങ്ങളിലേക്ക് എന്നിലേക്ക് പാപം കടന്നു വരുന്നത്? ഈ ഒരു ചോദ്യം നമ്മുടെ ഉള്ളങ്ങളിലുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമാണ് നാം തുടർന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ. How can I put these things that I know into practice? ഞാൻ അറിയുന്ന കാര്യത്തെ എൻ്റെ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. നാം ഇവിടെ തോറ്റുപോകുന്നത് കൊണ്ടാ ഞാൻ മുൻപേ ചോദിച്ച ചോദ്യം നമ്മളിൽ ഉയർന്നു വരുന്നത്. പിന്നെയും പാപം എൻ്റെ ഉള്ളിൽ കടന്നു വരുന്നത് എന്താ ബ്രദറെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയരെ, വേദപുസ്തകത്തിൽ തിയറികൾ മാത്രമല്ല, പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റാത്തതായിട്ടൊന്നും വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നില്ല. തത്വമായിട്ട് മാത്രം നിൽക്കുന്നതൊന്നുമില്ല. എല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാവുന്ന കാര്യമാണ്. അതിൽ നമുക്ക് എന്തെങ്കിലും കഴിവുകേട് പറ്റിയിട്ടുണ്ടെങ്കിൽ, കഴിവുകേടുണ്ടെങ്കിൽ അതിനെ തികയ്ക്കാനാ ഉയരങ്ങളിൽ നിന്നൊരു ആത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. എനിക്ക് എന്തെങ്കിലും മിസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ തികയ്ക്കാനാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളങ്ങളിൽ എനിക്ക് വേണ്ടി ശക്തി പകർന്നുകൊണ്ട് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ആ റിസോഴ്സ് എന്നിലേക്ക് പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഒഴികഴിവ് പറയുവാനില്ല. നാം ഈ ക്ലാസ്സിൽ റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 23 വരെയുള്ള അവസാന വാക്യം വരെയുള്ള ഭാഗത്തേക്കാണ് കിടക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പരിശോധിക്കാനായിട്ട് തുടങ്ങുകയാണ്. 1-2 ക്ലാസ്സുകൾ നമ്മൾ ഈ ഭാഗത്ത് തന്നെ നിൽക്കും. ഈ ഭാഗത്താണ് പ്രാക്ടിക്കൽ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷനെ കുറിച്ച് അപ്പോസ്തലൻ പറയുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡിവിഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷനെ കുറിച്ച് ഹല്ലേലൂയ അപ്പോസ്തലൻ പറയുന്നത്. ഇവിടെ ഇങ്ങോട്ട് 11 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ
പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്, പ്രാക്ടിക്കൽ ആൻഡ് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ. ഹല്ലേലൂയ. പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷനിൽ അവിടെ ആ ഭാഗത്ത് നമ്മൾ കാണുന്നത് അറിയുക എന്ന വാക്കാണ്, അല്ലേ? നോ, അറിയുക, KNOW, നോ. അറിയുന്നില്ലയോ? ഞാൻ കുറേ കാര്യങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ 2 വാക്കുകൾ നമ്മൾ അപ്പോസ്തലൻ എടുത്തു പറയുക. നാം നമ്മെ തന്നെ എണ്ണണം, നാം നമ്മെ തന്നെ സമർപ്പിക്കണം. We need to reckon and we need to yield ourselves. We need to reckon or count ourselves and we must yield ourselves to God. നാം ദൈവത്തിനായി നമ്മെ തന്നെ എണ്ണണം, നമ്മെ ദൈവത്തിനായി കൃപയ്ക്കായി സമർപ്പിക്കണം. ഹല്ലേലൂയ. പാപം നമ്മിൽ കർത്തൃത്വം നടത്താതിരിക്കാനായിട്ട് ബ്രദറെ ഞാൻ എന്താ ചെയ്യേണ്ടത്? പാപം എന്നിൽ കർത്തൃത്വം നടത്താതിരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോസ്തലൻ പറയുക, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമിലെ ജനത്തോട് പറയുക, ഒപ്പം നമ്മളോട് പറയുക, ഞാൻ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയറില്ലേ, നിങ്ങൾ ആദ്യം ആ പ്രൊസീജിയറിലൂടെ കടന്നു പോകണം. എന്താ പ്രൊസീജിയേഴ്സ്? അങ്ങനെ നിങ്ങൾ ആ കറക്റ്റായ പ്രൊസീജിയറിലൂടെ കടന്നു പോവുകയാണെങ്കിൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തില്ല. പണ്ട് പാപമായിരുന്നു എന്നിൽ കർത്തൃത്വം നടത്തിയിരുന്നു. കാരണം ഞാൻ അവൻ്റെ രാജ്യത്തിലായിരുന്നു, ആദാമിലായിരുന്നു. അവനായിരുന്നു എന്നെ അടക്കി വാണിരുന്നത്. ഞാൻ പാപസംബന്ധമായി മരിച്ച് ഞാൻ അവന് വിവാഹം കഴിച്ചവനായിരുന്നു. പക്ഷേ ഞാൻ സ്നാനത്തിൽ ഞാൻ മരിച്ചു, കുഴിച്ചിടപ്പെട്ടു. ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ ഉയർത്ത് ഒരു പുതിയ മനുഷ്യനായി മാറി. ഇനി പഴയ ആളുമായിട്ട് പഴയ ആൾക്ക് എൻ്റെ മേൽ ഒരു അധികാരവുമില്ല. എങ്ങനെ പാപം എന്നിൽ കർത്തൃത്വം നടത്താതിരിക്കാൻ സാധിക്കും ബ്രദറെ എന്ന് ചോദിച്ചാൽ, ഈ പ്രൊസീജിയർ കറക്റ്റ് ആയിരിക്കണം. ബ്രദറെ അതെന്താ പ്രൊസീജിയേഴ്സ്? മാനസാന്തരം കറക്റ്റ് ആയിരിക്കണം, രക്ഷ ശരിയായതായിരിക്കണം, വിശ്വാസ സ്നാനം കൃത്യമായതായിരിക്കണം. മാനസാന്തരം, രക്ഷ, വിശ്വാസ സ്നാനം. ഹല്ലേലൂയ. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമുക്കറിയാം ഈ എയർ കണ്ടീഷൻ, ഈ AC പ്രവർത്തിപ്പിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു റിമോട്ട് കൺട്രോൾ ഉണ്ട്. റിമോട്ട് കൺട്രോളിൽ ഏതാനും ചില ബട്ടൺസ് ഉണ്ട്. ഈ ബട്ടൺസിൽ സ്റ്റാർട്ട് ബട്ടണെ ഞെക്കിയാലേ സ്റ്റാർട്ടാവും. കാരണം ഈ ബട്ടൻ്റെ താഴെ ഒരു പ്രിൻസിപ്പിൾ, ഒരു ഫാക്റ്റ് ഉണ്ട്. ഒരു പ്രിൻസിപ്പിളിലാണ് ആ ബട്ടൺ പ്രവർത്തിക്കുന്നത്. ഞാൻ വളരെ സിൻസിയറായിട്ട് അതിൻ്റെ വേറെ ഏത് ബട്ടണെ എത്ര വർഷം ഞെക്കിയാലും അത് ഓണാവത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദർ ഈസ് എ പ്രൊസീജിയർ. കാരണം ആ ബട്ടൺ ചില നിയമങ്ങളിൽ അധിഷ്ഠിതമാക്കി വച്ചിരിക്കുന്നതാണ്. എൻ്റെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ഞാൻ ഏതെങ്കിലും ബട്ടണെ ഞെക്കിയാൽ സ്മാർട്ട് ഫോൺ വർക്ക് ചെയ്യത്തില്ല. കാരണം ഓരോ ടച്ചിലും അതിൻ്റെ പിറകിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, നിയമത്താൽ അധിഷ്ഠിതമാണ്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ള പ്രിയരെ, ഞാൻ എത്ര സിൻസിയറായിട്ടും ഹല്ലേലൂയ എത്ര ഞെക്കിയാലും നടക്കില്ല. കാരണം ഞാൻ ഒരിക്കൽ വീട്ടിലിങ്ങനെ ഒരു DLVC അങ്ങനെ ഒരു ഫാൻ മേടിച്ചു. അതിന് കറണ്ട് കുറവാന്ന് പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ പ്രവർത്തിക്കാനായിട്ട് അതുകൊണ്ടൊന്ന് ഫിറ്റ് ചെയ്തു. അത് പ്രവർത്തിക്കുന്നത് റിമോട്ടലാണ്. അപ്പോൾ അത് വെച്ച പുള്ളി ഇങ്ങനെ ബട്ടണൊക്കെ ഞെക്കിയിട്ട് പറഞ്ഞു അത് പ്രവർത്തിക്കുന്നത്. സ്വിച്ചിട്ട് അത് വർക്ക് ചെയ്ത്, സ്വിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ബട്ടൺ, ഈ റിമോട്ട് ഞെക്കണം. അപ്പം പറഞ്ഞു, ഈ പുള്ളി പറഞ്ഞു റിമോട്ട്
തെറ്റാ, അത് സിങ്ക് ആവുന്നില്ല, അതെന്തോ കംപ്ലൈൻറ്റാണ്. ഞാൻ ആ കടയിൽ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് ബജാജിൻ്റെ ആണ്, അപ്പോൾ അത് അവർ നോക്കിക്കൊള്ളുന്നു. അപ്പോൾ ഞാൻ അവർ കസ്റ്റമർ കെയറിൽ ഇതിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ബജാജിൽ നിന്ന് ഒരാൾ വിളിച്ചു. എന്താ പ്രശ്നം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫാന് കടയിൽ നിന്ന് വാങ്ങിച്ചാണ്, പുതിയതാണ്, ഫിറ്റ് ചെയ്തു, ഈ റിമോട്ട് ഇതുമായിട്ട് ലിങ്ക് ആയിട്ടില്ല, അത് ഞെക്കിയിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഞെക്കിയെന്ന് ചോദിച്ചു. അപ്പോൾ അതാദ്യമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് അത് സിങ്ക് അതുമായിട്ട് സിങ്ക് ചെയ്യാനായിട്ടൊരു പ്രത്യേക പ്രൊസീജിയറുണ്ട്. ഞാൻ ആ റിമോട്ട് എടുത്ത് എന്നെ കൊണ്ട് പറ്റുന്ന 18 പരിപാടി നോക്കി, അവിടെ എല്ലാം വർക്ക് ചെയ്തില്ല. ആ പ്രൊസീജിയർ കറക്റ്റ് ആയിരിക്കണം. നമുക്ക് റോമാലേഖനത്തിലേക്ക് വന്നാൽ 6:17 വായിച്ചാൽ, എന്നാൽ റോമാലേഖനം 6:17 നിങ്ങളെ പഠിപ്പിച്ച അപ്പോസ്തലനായ പൗലോസ് പറയുക, ഞാൻ നിങ്ങളെ ഒരു ഉപദേശം പഠിപ്പിച്ചു, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശത്തിന് അനുസരിച്ച് ആ ഉപദേശത്തിന് അനുസരിച്ച് പോയെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഫങ്ഷൻ ക്ലിയർ ആവുകയുള്ളൂ. അത് എങ്ങനെയെങ്കിലും അനുസരിച്ചാൽ മതി, അങ്ങനെ അനുസരിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയല്ല അവിടെ എഴുതി. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഞാൻ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച്, with your wholeheartedly adhere yourself to the law of God. Hallelujah. മനസ്സോടെയല്ല, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ പഠിപ്പിച്ച ഉപദേശത്തെ നിങ്ങൾ അനുസരിക്കണം, എന്നെങ്കിലേ ഇത് കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ചില മെഷീനൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലർ വന്നിട്ട് ഡെമോ കാണിച്ചു തരുന്നത് ഇതിങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് ഒരു ബ്രോഷർ തരും. ഇത് മറന്നു പോയാൽ ഇതെടുത്ത് വായിച്ചു. നമുക്ക് തന്നേക്കുന്ന ബ്രോഷർ ഇത് എന്തേ, ഈ ബൈബിൾ മറന്നു പോകുമ്പോൾ എടുത്ത് വായിച്ചു. ഇതിലൊരു ക്രമം വെച്ചിട്ടുണ്ട്, അത് ഈ ക്രമത്തിൽ പോയാലേ പറ്റൂ. നമുക്ക് തോന്നുന്ന രീതിയിൽ പോയിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാ ബ്രദറെ പാപം ഇനിയും എന്നിൽ കർത്തൃത്വം നടത്തുന്നത്? പ്രൊസീജിയർ മാറിപ്പോയി. ഹല്ലേലൂയ. നാം അറിയേണ്ട 3 ബട്ടൺസ് ഉണ്ട്. ഒന്ന് നാം അറിഞ്ഞിരിക്കേണ്ട, നാം ഓർത്തിരിക്കേണ്ട ബട്ടൺസ്. ഒന്ന് അറിയുക എന്ന ബട്ടൺ, 2 നമ്മളെ എണ്ണണം, 3 നമ്മെ സമർപ്പിക്കണം. ഈ ബട്ടൺസ് നമ്മൾ ഒരിക്കലും മറന്നുപോലെ. എന്താണ് എന്നിൽ സംഭവിച്ചതെന്ന് ഞാൻ ആദ്യം അറിയണം. ഹല്ലേലൂയ. സ്നാനത്തിലൂടെ എന്നിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ അറിയണം. രക്ഷ ഏറ്റു പറയുന്നതിലൂടെ ഞാൻ കർത്താവ് രക്ഷകനും നാഥനുമായി ഏറ്റു പറഞ്ഞതിലൂടെ എന്നിൽ എന്താ സംഭവിച്ചെന്ന് ഞാൻ അറിയണം. എന്നിട്ട് ഞാൻ എന്നെ തന്നെ എണ്ണണം, ഞാൻ സമർപ്പിക്കണം. ഹല്ലേലൂയ. ഞാൻ അറിയേണ്ട കാര്യങ്ങളാ തിയറി. എന്നെ തന്നെ എണ്ണുകയും സമർപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ് പ്രാക്ടിക്കൽ. പ്രാക്ടിക്കൽ എന്ന് വെച്ചാൽ നിങ്ങൾ ഓർക്കുന്നോ? പതിവായി തീർന്ന പ്രവർത്തനം. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ബ്രദറെ 2 വർഷം ഈ AC ഞാൻ സ്റ്റാർട്ടേ വെച്ചാ ഓണാക്കി. 2 വർഷം മതി. ഇനി അത് ബട്ടൺ ഒന്ന് മാറ്റി ഞെക്കി നോക്കാം, വർക്കാവോ? ഇല്ല. എന്ന് വരെ നമ്മൾ ഈ മെഷീൻ ഉപയോഗിക്കുന്നു, എന്ന് വരെ നമ്മൾ ഈ റിമോട്ട് ഉപയോഗിക്കുന്നു, അന്ന് ഇതേ തന്നെ ഞെക്കണം. ഇങ്ങനെയാ ക്രിസ്ത്യൻ ലൈഫ്. മാറ്റി ചിന്തിപ്പാനോ മാറ്റി ജീവിതത്തെ ക്രമീകരിക്കാനോ പറ്റത്തില്ല. അങ്ങനെ മാറ്റി നമ്മൾ ചിന്തിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് ഫ്രൂട്ട്ഫുൾ അല്ലാതെ പോകുന്നത്, ഇത് വർക്കൗട്ട് ചെയ്യാത്തത്. ഈ പ്രൊസീജിയർ എന്നും അത് തന്നെയായിരിക്കണം. അതാണ് പതിവായി തീർന്ന പ്രവർത്തനം. എന്നും ഈ പ്രൊസീജിയറെ വർക്കൗട്ട് ആവുള്ളൂ. ഹല്ലേലൂയ. ഇതൊന്ന് മാറ്റി നോക്കിയാൽ ബ്രദറെ, ഒന്ന് പിടിച്ചു നോക്കാന്ന് വെച്ചാൽ നടക്കത്തില്ല.
വർക്കൗട്ട് ആകത്തില്ല, അത് ഫ്രൂട്ട്ഫുള്ളായി വരത്തില്ല. അവിടെയാണ് നമുക്ക് ആദ്യം പറ്റുന്ന മിസ്റ്റേക്ക്. ഹല്ലേലൂയ. രണ്ടാമത് നമ്മൾ ഈ ഭാഗത്ത് റെക്കൺ എന്ന വാക്കാണല്ലോ. റെക്കൺ എന്താണ്? എണ്ണുക. 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മൾ 11 മുതലാണല്ലോ ചിന്തിച്ചിട്ട്, നമുക്ക് 11-ാം വാക്യം നോക്കാം. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണണം. ഈ എണ്ണണം എന്നത് ഈ ഭാഗത്ത് ഏകദേശം 18 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം യൂദായുടെ ലേഖനം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് എങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. എന്തുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു എന്നുള്ളത് നിങ്ങൾ ഫിലിപ്പിയ ലേഖനം 3:1 എടുത്ത് വായിച്ചു നോക്കി. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. ഫിലിപ്പിയർ 3:1. അപ്പോസ്തലൻ പറയുക, അതേ കാര്യം എനിക്ക് പിന്നെ എഴുതുന്നതിൽ. കാരണം എന്താ? നിങ്ങൾക്കത് ഉറപ്പുമാകുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ ഉറപ്പെന്നുള്ളത് ഫൈനലി മൈ ബ്രദറൻ റിജോയ്സ് ഇൻ ദ ലോർഡ് ടു റൈറ്റ് ദ സെയിം തിങ്സ് ടു യു ടു മീ ഇൻഡീഡ് ഈസ് നോട്ട് ഗ്രീവിയസ് ബട്ട് ഫോർ യു ഇറ്റ് ഈസ് സേഫ്. നിങ്ങൾക്ക് ഉറപ്പാകുന്നു എന്ന് വെച്ചാൽ നിങ്ങളെ സേഫാക്കും. റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളെ സേഫാക്കും. ബൈബിളിൽ തന്നെ ഇല്ലേ നമുക്ക് ആവർത്തന പുസ്തകം എന്ന് പറയുന്ന പുസ്തകം അല്ലേ? ആവർത്തനം പുതിയ നിയമത്തിലില്ലേ? കർത്താവിൻ്റെ ജീവചരിത്രം എത്ര പ്രാവശ്യം ആവർത്തിച്ചേക്കുന്നത്? 4 പ്രാവശ്യം. 4 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ ജീവിതം. റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഉറപ്പിക്കാനായിട്ടാണ്. ഇവിടെ അപ്പോസ്തലൻ എണ്ണണം സഹോദര വിശുദ്ധരെ എണ്ണണം, വിശ്വാസികളെ എണ്ണണം എന്ന് പറയുമ്പോൾ ഇവിടെ എണ്ണുക എന്ന്, ഞാൻ എന്നെ തന്നെ എണ്ണുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നെ തന്നെ കണക്കിലെടുക്കുക ഒരർത്ഥം. ഞാൻ മറക്കാതിരിക്കുക, ഓർക്കുക എന്നൊക്കെ ഇതിൻ്റെ അർത്ഥം. അപ്പോൾ കാൽവരിയിൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടെന്നും പുതുതായി ഉയർത്തുന്നും ഇനി പാപവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഞാനും കർത്താവിനോടൊപ്പം മരിച്ചു അടക്കപ്പെട്ടു, ഇനി ക്രിസ്തുയേശുവിനായി ജീവന്റെ പുതുക്കത്തിൽ ജീവിക്കുന്നുവെന്നും ഇനി പാപവുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല എന്ന് നാം ഓർക്കണം, നമ്മെ കണക്കിടണം, നാം നമ്മെ തന്നെ എണ്ണണം, നമ്മെ തന്നെ അതിനെ അംഗീകരിക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം. എനിക്കിനി പാപവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നാം എപ്പോഴും ഓർക്കണം, അത് നാം അംഗീകരിക്കണം, അത് നാം കണക്കിലെടുക്കണം. ഹല്ലേലൂയ. അതാ എണ്ണുക എന്ന് പറഞ്ഞാൽ. ഞാനത് താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ടത് മനസ്സിലാവും. 6-ാം അധ്യായത്തിൻ്റെ 13 റോമർ 6:13 വായിക്കുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. അവിടെ അത് 5 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, കോൺസ്റ്റന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം പ്രധാനപ്പെട്ടതാ പ്രിയരെ, പ്രധാനപ്പെട്ടതാ. കർത്താവ് ചിലപ്പോൾ ഞാൻ ആമേൻ ആമേൻ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ട് ആമേൻ ആമേൻ 2 പ്രാവശ്യം റിപ്പീറ്റ്? നമ്മൾ പുതിയ മോഡേൺ വേൾഡിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യും? അത് ഹൈലൈറ്റ് ചെയ്യും. വചനത്തിൽ അന്ന് നിലവിൽ നിന്നിരുന്ന ഹൈലൈറ്ററാണ് ഈ ആമേൻ 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 ഞാൻ നിങ്ങളോട് പറയുന്നു. വീണ്ടും ജനിക്കാത്തവൻ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കില്ല, ഉയരങ്ങളിൽ ജനിക്കാത്ത. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് എപ്പോഴും ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ എണ്ണുക, 2 വാക്കുകളാണ്. എണ്ണുക, നമ്മെ തന്നെ സമർപ്പിക്കുക. ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഫെയ്ത്ത്. നാം നമ്മെ തന്നെ എണ്ണണം എന്ന് ഞാൻ പറയുമ്പോൾ ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഫെയ്ത്ത്. അതൊരു വിശ്വാസത്തിൻ്റെ കാര്യമാണ്. നാം ഈ റിമോട്ട് എടുത്തിട്ട് വീണ്ടും നമ്മൾ ആ റിമോട്ടിലേക്ക് വന്നാൽ ഈ ബട്ടണെ, സ്റ്റാർട്ടിൻ്റെ ബട്ടണെ ഞെക്കിയാൽ ഇത് ഓൺ ആകുമെന്നുള്ളത് അതൊരു വിശ്വാസമല്ലേ? നമ്മൾ വിശ്വസിക്കുന്നു അത് സ്റ്റാർട്ട്, അത് ഞെക്കിയാൽ ഓൺ ആകും, നമ്മൾ വിശ്വസിക്കുന്നു. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഫെയ്ത്ത് അല്ലേ? അതൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളത് കേൾക്കുന്നത്.
അപ്പോൾ അപ്പോസ്തലൻ പറയുക, കർത്താവ് കാൽവരിയിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാനും കർത്താവിനോടൊപ്പം എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാനും വിശ്വസിക്കണം. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിലും ഇതെല്ലാം സംഭവിച്ചു എന്ന് വിശ്വസിക്കണം. ബ്രദറെ, അതിന് ഒരു എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായില്ലല്ലോ, ഒരു കിച്ച് അനുഭവം ഒന്നും ഉണ്ടായില്ലല്ലോ. പണ്ട് നമ്മൾ ക്ലോസപ്പിൻ്റെ പരസ്യം കാണുമ്പോൾ പല്ല് വയ്ക്കുമ്പോൾ ഒരു സാധനം ഇങ്ങനെ ചുറ്റി മുകളിൽ കൂടെ അങ്ങോട്ട് പോകുന്നത് കണ്ടിട്ടില്ലേ? അല്ലെ സ്പ്രൈറ്റ് കുടിക്കുമ്പോൾ ഫ്രൈറ്റിനൊപ്പം ചീറ്റി മുകളിലോട്ട് പോകും. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായില്ലല്ലോ. ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മൾ ഡിസെപ്ഷനിൽ പെട്ടുപോകുന്നത്. പലരും നമ്മളെ പറഞ്ഞു കൊടുക്കുന്നത്, പറഞ്ഞ് പഠിപ്പിക്കുന്നത് അങ്ങനെ എക്സ്പീരിയൻസ്. കർത്താവ് സ്നാനപ്പെട്ടപ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നില്ലേ? ഹല്ലേലൂയ. എപ്പോഴാണ് കർത്താവ് എപ്പോഴാണ് സ്വർഗം തുറന്ന് പരിശു? കർത്താവ് സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോഴാണ്. മത്തായി സുവിശേഷം 3:16 സംശയമുണ്ടെങ്കിൽ നമുക്കൊന്ന് വായിച്ചേട്ട് പോയേക്കാം. 3:16. ഹല്ലേലൂയ, ഹല്ലേലൂയ. മതി ഞങ്ങളെ. എൻ്റെ പ്രിയരെ, ഈ അപ്പസ്തോലൻ മുകളിൽ പറഞ്ഞ ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞ കാര്യം അതെൻ്റെ വിശ്വാസമായി മാറണം. എന്നിൽ അങ്ങനെ സംഭവിച്ചു എന്ന് നാം വിശ്വസിക്കണം. അതിനെയാ എണ്ണുക എന്ന് പറയുന്നത്. നമുക്ക് എക്സ്പീരിയൻസ് ഒരു ഫീലൊന്നും ഉണ്ടായില്ല. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നമ്മൾ എക്സ്പീരിയൻസിലേക്കല്ല നോക്കേണ്ടത്, വിശ്വസിച്ചത് ഏറ്റെടുക്കണം. ഹല്ലേലൂയ. 6-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ എന്താ പറയുന്നത്? നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ ഇനി മരിക്കുകയില്ല, മരണത്തിൻ്റെ അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നു, എന്ന് നാം വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ രക്ഷ വിശ്വാസത്താൽ. ദൈവത്തെ നമുക്ക് എങ്ങനെയാ പ്രസാദിപ്പിക്കാൻ പറ്റുന്ന സഹോദരരെ? വിശ്വാസത്താൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. എൻ്റെ രക്ഷ എങ്ങനെയായിരുന്നു? വിശ്വാസത്താലായിരുന്നു. എന്നിൽ ആത്മശക്തി പ്രാപിച്ചത്, ഞാൻ ആത്മശക്തി പ്രാപിച്ചത് വിശ്വാസത്തിലാ. ആത്മാവിനെ പ്രാപിച്ചത് വിശ്വാസത്താലാ. സകലതും വിശ്വാസത്താലാ. എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചെന്നും ഇനി പാപത്തിനല്ല എൻ്റെ മേൽ കർത്തൃത്വമുള്ളതെന്നും ഞാൻ വിശ്വസിക്കണം. ആത്മാവിൻ്റെ ദാനം ലഭിച്ചത് എങ്ങനെയാ? വിശ്വാസത്താലാ. അതാ പുസ്തകം ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലാണോ വിശ്വാസത്തിൻ്റെ പ്രസംഗത്താലാണോ എന്ന്? ഹല്ലേലൂയ. നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ഭാഗത്ത് പറയുന്ന അറിയുന്നില്ലയോ എന്ന് അപ്പസ്തോലൻ ചോദിക്കുന്ന കാര്യങ്ങളെ നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. എന്തുകൊണ്ട് വിശ്വസിക്കണം? വായ്, ഇത് ദൈവവചനത്തിലെ മാറ്റമില്ലാത്ത സത്യമാണ്. Because it is said in the word of God. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്ത് മാറിയാലും, ലോകം മാറിപ്പോയാലും, സകലത് കഴിഞ്ഞു പോയാലും മാറ്റമില്ലാതെ എന്നേക്കും നിലനിൽക്കുന്ന വചനം പറയുന്നു, ഞാൻ വിശ്വസിക്കണം. ഹല്ലേലൂയ. എക്സ്പീരിയൻസിലേക്കല്ല നോക്കേണ്ടത്, ബട്ട് ബിലീവ് ഇറ്റ് ഇൻ അവർ ഹാർട്ട്. തോമസിന് എന്താ പറ്റിയത്? തോമസിനോട് പറഞ്ഞത് എന്താ? അവിശ്വാസിയാകാതെ. തോമസ് എന്താ ശഠിച്ചത്? എക്സ്പീരിയൻസ് വേണം, അല്ലേ? എനിക്ക് കർത്താവിനെ ഞാൻ തൊട്ടാലേ വിശ്വസിക്കൂ. കർത്താവിനെ വിളിക്കുക. ഈ എക്സ്പീരിയൻസിൻ്റെ പുറകെ പോകുന്നതിനെ കുറിച്ച് കർത്താവ് വിളിക്കുന്നത് അവിശ്വാസികളെന്നാ. തൊട്ടാലേ വിശ്വസിക്കുന്നു. അവനോട് പറഞ്ഞ, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കേ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളിലും
നമ്മളും നമ്മളെ തന്നെ എണ്ണുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇത് ശരിയാണെന്നും സത്യമാണെന്നും ഇതെൻ്റെ ജീവിതത്തിൽ നടന്നുവെന്നും ഞാൻ വിശ്വസിക്കണം. അബ്രഹാമിനെ കുറിച്ച് എന്താ? അവനെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വിടുക, ഞാൻ നിന്നെ ജാതികൾക്ക് പിതാവാകി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം എന്താ പറഞ്ഞ? അബ്രഹാം വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അബ്രഹാം സെഡ് ഓക്കെ ആമേൻ, അങ്ങനെ തന്നെ. അങ്ങനെയെങ്കിൽ അപ്പോസ്തലൻ പറയുക ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുവെന്ന്. ഹല്ലേലൂയ. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പം എനിക്കൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു ആവശ്യം വന്നു, ചില കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട്. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് ചെന്ന്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ലിനു എനിക്കൊരു 10,000 രൂപ എൻ്റെ ബാങ്കിലേക്ക് ഇട്ടേക്കണം, എനിക്കൊരു ആവശ്യമുണ്ട്. ലിനു പറഞ്ഞാൽ ഓക്കെ ഞാൻ ഇട്ടേക്കാം, അല്ലെങ്കിൽ ഇപ്പം ചെക്കൊന്നുമില്ല, ഇപ്പം ട്രാൻസ്ഫറാണ്, ഞാൻ ട്രാൻസ്ഫർ ചെയ്തേക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ആ പറഞ്ഞ വ്യക്തിയിൽ വിശ്വാസമുണ്ട്, ഞാൻ എന്തു ചെയ്യും? നിങ്ങൾ തന്നെ പറ. ഞാൻ ബാങ്കിൽ പൈസ വന്നോ എന്ന് പോയി നോക്കൂ, വരുമെന്ന ഉറപ്പിൽ എൻ്റെ ക്രമീകരണങ്ങളെ ഞാൻ ചെയ്യും. ഇത് തന്നെ ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. വിശ്വസിച്ചിട്ട് അതിൻ്റെ പ്രവൃത്തി തുടങ്ങ്. അനുഭവത്തിനായി കാത്തിരിക്കരുത്. യു ആക്ട് അപ്പോൺ ഇറ്റ്. നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അത് ജീവനായിട്ട് വെളിപ്പെടും നിങ്ങളുടെ ജീവിതത്തിലൂടെ. വിശ്വസിച്ച് പ്രവർത്തിച്ചു തുടങ്ങണം. ഹല്ലേലൂയ. ഇതിങ്ങനെയാന്ന് പറഞ്ഞത് വിശ്വസ്തനായ കർത്താവാ. അങ്ങനെയെങ്കിൽ വിശ്വസിച്ച് തുടങ്ങും. നമ്മൾ പ്രവർത്തിച്ചു നോക്കണം. യാഥാർത്ഥ്യം നമ്മൾ പ്രവർത്തിച്ചു നോക്കുമ്പോഴാണ് വിശ്വാസം യാഥാർത്ഥ്യമായിട്ട് വരുന്നത് പ്രിയരേ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കാതെ, ലിനുവിനോട് പറഞ്ഞ് വിശ്വസിക്കാതെ, ഞാൻ ഒന്നും പ്രവർത്തിക്കാതെ ഇരിക്കുക. എൻ്റെ സുഹൃത്ത് വിശ്വസ്തനായതുകൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ എന്ത് വന്നു? അക്കൗണ്ടിൽ പൈസ കിടപ്പുണ്ട്. ഇത് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിരിക്കുക. ഹല്ലേലൂയ. കൊറിന്തിലെ സഭയെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് വിളിക്കുന്നത് എന്നാണെന്നറിയോ? കൊറിന്തിലെ സഭയെക്കുറിച്ച് അറിയോ? കൊറിന്തിലെ സഭ സ്വന്തം കൃപാവരങ്ങളുള്ള സഭ നമുക്കറിയാം. വേറെ ചില കാര്യങ്ങൾ കൊറിന്തിലുണ്ട്. തമ്മിത്തല്ല്, കുതിവെപ്പ്, കുതികാൽ വെപ്പ്, അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നവന്മാരുണ്ട്. ഇല്ലാത്ത കൊള്ളരുതായ്മകളൊന്നുമില്ല ആ സഭയിൽ. ആ സഭയിലെ അപ്പോസ്തലൻ അഭിസംബോധന ചെയ്യുന്നത് കൊറിന്തിലെ വിശുദ്ധരെ. അതെന്താ ബ്രദറെ ഇങ്ങനെയുള്ള ഈ വിശ്വാസികളെ നോക്കിയിട്ട് അപ്പോസ്തലൻ കൊറിന്തിലെ വിശുദ്ധരെ എന്ന് വിളിക്കുന്നത്? He knows they are positioned. അവരെ വിളിച്ച് വേർതിരിച്ച് അവരെ പൊസിഷൻ ചെയ്തിരിക്കുന്നത് ക്രിസ്തുയേശുവിൽ വിശുദ്ധരായിട്ടാ. പക്ഷെ they need to work out their വിളി. ആ വിളിയെ അവർ വർക്കൗട്ട് ചെയ്യണം. അതുകൊണ്ട് എന്താ പറ്റിയത്? ആ വർക്കൗട്ട് ചെയ്യാത്തത് കൊണ്ടാ അവര് വിട്ടുപോകുന്നതിലേക്ക് തിരിച്ചു പോയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അതുപോലെ വർക്കൗട്ട് ചെയ്യണം. അതാണ് അവിടെയാണ് പ്രാക്ടിക്കൽ. ഞാൻ വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രവർത്തിച്ചു തുടങ്ങണം. വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം. അന്നേരമാണ് ഇത് യാഥാർത്ഥ്യമായിട്ട് വരുന്നത്. നമ്മുടെ വിശുദ്ധി നമുക്ക് യാഥാർത്ഥ്യമായിട്ട് വരുന്നത്, ക്രിസ്തുയേശുവിൽ വിശുദ്ധൻ എന്ന യാഥാർത്ഥ്യം നമുക്ക് വെളിപ്പെട്ട് വരുന്നത് വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴാണ്. ഹല്ലേലൂയ. എത്രയും വേഗം നമ്മളത് വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രവർത്തിച്ചു തുടങ്ങുന്നു, അത്രയും വേഗം ഇതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ അവിശ്വാസത്തോടെ മുരടിച്ചു പോയി ഇടിക്കും. കാലം നോക്കിയാൽ പക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് പാല് തന്നെ ആവശ്യം. കാരണം പറഞ്ഞ് നിങ്ങൾ വളർന്നിട്ടില്ല, നിങ്ങളെ പൊസിഷൻ ചെയ്തു. പക്ഷേ ഈ പ്രാക്ടിക്കൽ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ നടക്കുന്നില്ല. കാരണം അത് വിശ്വാസത്താൽ ഏറ്റെടുത്ത് പ്രവർത്തിച്ചു തുടങ്ങണം. എൻ്റെ പ്രിയ, നമ്മുടെ ഇന്നർ മാന്, നമ്മുടെ അകത്തെ മനുഷ്യന് 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ചിന്തിക്കുന്ന ഭാഗം, മൈൻഡ്. 2 ബുദ്ധി എന്ന ഭാഗം, ബുദ്ധി അല്ലെങ്കിൽ ഹാർട്ട്. 3 ഇച്ഛാശക്തി. 3 ഭാഗങ്ങളാണ് ഉള്ളത്. ചിന്തിക്കുന്നതും ചിന്ത, ബുദ്ധി, ഇച്ഛാശക്തി.
മൈൻഡ്, ഹാർട്ട് ഓർ ഇൻ്റലിജൻസ് ആൻഡ് വിൽ പവർ. ഈ 3 ഭാഗങ്ങളുണ്ട്. മനസ്സുകൊണ്ടാണ് നമ്മൾ അറിയുന്നത്. നമ്മുടെ ചിന്തിക്കുന്ന ഭാഗത്താ നമ്മൾ അറിയുന്നത് കാര്യങ്ങൾ. യേശു ഇന്നതൊക്കെ ചെയ്തു, അതുകൊണ്ട് എനിക്കും അങ്ങനെയൊക്കെ ഇതൊക്കെ എനിക്കും ലഭിക്കുമെന്ന് ഞാൻ അറിയുന്നു. അതിൻ്റെ ചിന്തയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്, മനസ്സിലായോ 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 എന്ന് ചോദിക്കാറില്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ? ചിന്തയിൽ അത് അറിയുന്നു. ഹല്ലേലൂയ. ഈ മനസ്സിലായ കാര്യങ്ങളുണ്ടല്ലോ, ബുദ്ധിയിലേക്ക് വരണം. അതിനെയാണ് റെക്കനിങ് എന്ന് പറയുന്നത്. മൈൻഡ് നോസ്, ഇന്റലക്ട് ഓർ ഹാർട്ട് റെക്കൺ. ചില കാര്യങ്ങൾ നമ്മൾ ബുദ്ധി കൊണ്ട് അംഗീകരിക്കും, ചില കാര്യങ്ങൾ നമ്മൾ ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നു. അല്ലേ? ചില കാര്യങ്ങൾ നമുക്ക് ബുദ്ധിയിൽ വെളിപ്പെട്ട് വന്ന് നമ്മൾ അത് ബുദ്ധി കൊണ്ട് അംഗീകരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഹാർട്ട് ഓർ ഇന്റലക്ട് എന്ന് പറഞ്ഞത്. ചില കാര്യങ്ങൾ ബുദ്ധിക്ക് നമുക്ക് അംഗീകരിക്കും, പക്ഷെ നമ്മൾ ഹൃദയം കൊണ്ട് നമ്മൾ അംഗീകരിക്കും. അതാണ് രണ്ടാമത്തെ ഭാഗം. അവിടെയാണ് ഈ റെക്കനിങ് നടക്കുന്നത്. ഓ, അതിങ്ങനെയായിരുന്നല്ലേ. ചോദിക്കാറില്ല നമ്മൾ ഇടയ്ക്ക്, ചിലപ്പോൾ ചോദിക്കാറില്ല, ഓ അത് ഇങ്ങനെയായിരുന്നു, നമ്മൾ നേരത്തെ അറിഞ്ഞതാ, ഇപ്പോഴാ മനസ്സിലായത്, ഇപ്പോഴാ അംഗീകരിച്ചത്. ഓ അത് ഇങ്ങനെയായിരുന്നല്ലേ, ഇപ്പോഴാ എനിക്ക് പിടികിട്ടിയത്. ഈ ബോധ്യം വരുമ്പോഴാ we are going to work it out. ഇത് വർക്കൗട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമായി എൻ്റെ വിൽ പവർ. നമ്മുടെ അകത്തെ മനുഷ്യന് 3 ഭാഗങ്ങൾ: മൈൻഡ്, ബുദ്ധി അല്ലെങ്കിൽ ഹാർട്ട്, ഇൻ്റലിജൻസ് ഓർ ഹാർട്ട്. തേർഡ്, വിൽ പവർ, ഇച്ഛാശക്തി. മനസ്സുകൊണ്ട് നമ്മൾ അറിയും, ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ ഹൃദയം കൊണ്ടോ നമ്മൾ അതിനെ റെക്കൺ ചെയ്യും. വി റെക്കൺ ഇറ്റ് ഓർ നമ്മൾ അംഗീകരിക്കും. നമ്മുടെ വിൽ പവർ ഉപയോഗിച്ച നമ്മളതിനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നത്. ഞാൻ അറിഞ്ഞ കാര്യം, എനിക്ക് ബോധ്യപ്പെട്ട കാര്യം ഞാൻ ചെയ്യുന്നു, ഞാൻ നടപടിയാക്കുന്നു. അതാ അതിൻ്റെ ബോർഡർ. ഞാൻ അറിഞ്ഞ കാര്യം, എനിക്ക് ബോധ്യപ്പെട്ട കാര്യം ഞാൻ നടപടിയാക്കുന്നു. നമ്മൾ ചോദിക്കാറില്ലേ, ഇപ്പോൾ സ്നാനത്തെക്കുറിച്ചുള്ള പ്രസംഗം കേട്ടിട്ടും ബ്രദർ എന്താ സ്നാനപ്പെടാത്തത്? എന്താ സ്നാനപ്പെടാത്തത്? ബോധ്യപ്പെട്ടിട്ടില്ല. അതിനെ ബുദ്ധി കൊണ്ടല്ലേ ഹൃദയം കൊണ്ട് അതിനെ ഏറ്റെടുത്തിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. എനിക്കറിയാം, നമ്മൾ പലരോട് പറയാറില്ലേ, സ്നാനം കർത്താവ് വചനത്തിൽ പറയുന്ന കാര്യമാണ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. എനിക്കറിയാം. അറിയാമെങ്കിൽ ചെയ്യേ. എന്താ ചെയ്യാത്തേ? അത് ഏറ്റെടുത്തിട്ടില്ല, അംഗീകരിച്ചിട്ട് റെക്കൺ ചെയ്തിട്ടില്ല. അതിനെ റെക്കൺ ചെയ്തിട്ടില്ല. ബുദ്ധി കൊണ്ടല്ലേ ഹൃദയം കൊണ്ട് അതിനെ അംഗീകരിച്ചിട്ടില്ല. ഹല്ലേലൂയ. അതിനെ അംഗീകരിക്കാത്തിടത്തോളം കാലം എന്തു പറ്റും? അത് ഗുണമാകില്ല, നമുക്ക് പ്രയോജനപ്പെടത്തില്ല, നമുക്കതിൻ്റെ ഫലം അനുഭവിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ ക്രിസ്തുയേശുവിൽ മരിച്ചുവെന്നും ഞാൻ ഉയർത്തുവെന്നും ഇനി ക്രിസ്തുവിനായി ജീവിക്കുന്നുവെന്നും ഞാൻ അറിയുന്നു. അറിഞ്ഞാൽ മാത്രം പോരാ, അത് അംഗീകരിക്കുമ്പോഴാണ് അത് ഫലമുള്ളതാകുന്നത്. കാരണം ഞാനത് അംഗീകരിക്കുന്നത് എപ്പോഴാണ്? ഞാൻ വിശ്വസിച്ചേറ്റെടുക്കുമ്പോൾ ഞാനതിനെ എണ്ണുക എന്നുള്ള വാക്കിനെ ഞാൻ 1-2 വാക്കുകൾ പറഞ്ഞായിരുന്നല്ലോ. എണ്ണുക എന്നുള്ള വാക്കിനർത്ഥം അതിനെ കണക്കിലെടുക്കുക, മറക്കാതിരിക്കുക, ഓർക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഞാനെന്നെ കണക്കിലെടുക്കുന്നു. അന്നേരം എനിക്കത്, കാരണം ഞാൻ കണക്കിലെടുക്കുമ്പോഴേ അത് വർക്കൗട്ട് ചെയ്യുള്ളൂ. കാരണം എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്ത്, അല്ലെ ഹൃദയം കൊണ്ട് ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ വിൽ പവർ ഉപയോഗിച്ച് നമ്മൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നത്. പ്രവൃത്തിപഥത്തിൽ വരാത്തതൊന്നും ഫലം കാണത്തില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ബ്രദറെ വീണ്ടും പാപത്തിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് ബ്രദറെ പാപം ഇപ്പോഴും എന്നെ പാപത്തിൻ്റെ കൃത്യത്തിൽ ഞാൻ മാറാത്തത്? ഒന്നാമത് പ്രൊസീജിയർ. എവിടെയാ എന്തെങ്കിലും പ്രൊസീജിയർ തെറ്റി ഞാൻ ശരിക്കും മാനസാന്തരം ഉണ്ടായോ? രക്ഷ കറക്റ്റായിരുന്നു, ചുമ്മാ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞേ ഉള്ളൂ. രണ്ടാമത് അത് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരണം. ഞാൻ എന്നെ തന്നെ അത് വിശ്വസിച്ച് ഏറ്റെടുക്കണം.
നമ്മൾ എക്സ്പീരിയൻസിൻ്റെ പുറകെ പോകരുത്, അനുഭവത്തിൻ്റെ പുറകെ പോകരുത്. വിശ്വാസത്തോടെ അതിനെ ഏറ്റെടുത്തോണം. അതങ്ങനെ തന്നെയാ, കാരണം വചനം അങ്ങനെയാ പറയുന്നത്, അത് അങ്ങനെ തന്നെയാ എന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കണം. എൻ്റെ ഹൃദയം കൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ അതിനെ അംഗീകരിക്കണം. അന്നേരം അതെൻ്റെ അങ്ങനെയെങ്കിൽ അതെൻ്റെ ശരീരത്തിലൂടെ പുറത്തു വരും. ബ്രദറെ, ഞാൻ മനസ്സിലാക്കേണ്ട സത്യങ്ങൾ എന്തൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ? ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങളെല്ലാം മനസ്സിലാക്കണം എൻ്റെ പ്രിയരെ. നമ്മുടെ ഹൃദയം അസത്യം മാറി സത്യത്താൽ നിറയണം. കർത്താവിന് സത്യത്തിൻ്റെ ആത്മാവിനാൽ ഇവരെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും ഇമ്പൾസീവായി പോകരുത് പ്രിയരെ, ഇമ്പൾസീവായിട്ട് പോകരുത്. ഹല്ലേലൂയ. വെറുതെ ഈ ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് പോലെയായി പോകരുത്. ഹല്ലേലൂയ. അതിന് നമ്മൾ സത്യത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കണം. സത്യം നമ്മൾ അറിയുകയും സത്യമാണ് നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നത്. ഏതിൽ നിന്ന് സ്വതന്ത്രം? അവൻ്റെ പിടുത്തത്തിൽ നമ്മളെ സ്വതന്ത്രം കൊണ്ടുവരുന്ന സത്യമാണ്. ദൈവവചനത്തിൻ്റെ മാറ്റമില്ലാത്ത സത്യങ്ങൾ, അത് നമ്മൾ അറിയണം. അപ്പം എണ്ണുക എന്ന് വെച്ചാൽ അംഗീകരിച്ച് വിശ്വാസത്തോടെ, അനുഭവത്തിന് വേണ്ടി ശഠിക്കാതെ വിശ്വാസത്തോടെ അംഗീകരിച്ചേറ്റെടുക്കുമ്പോൾ അത് ഞാൻ എൻ്റെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരും. ഹല്ലേലൂയ. രണ്ടാമത്തെ വാക്ക ഈൽഡ്, സമർപ്പിക്കുക. അത് 12 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ, നിങ്ങൾ ദാസന്മാരായി അനുസരിക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസനാകുന്നുവെന്ന് അറിയുന്നില്ലയോ? എന്നിട്ട് എൻ്റെ 19-ാം വാക്യത്തിൽ വായിക്കുക, നിങ്ങൾ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യരെ പറഞ്ഞു നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി നിങ്ങൾ പണ്ട് അധർമ്മത്തിനും അസത്യത്തിനും അശുദ്ധിക്കും ദാസനായി സമർപ്പിച്ചിരുന്നില്ലേ? പക്ഷെ ഇപ്പോൾ വാക്യം എങ്ങനെയാ? ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിപ്പീൻ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മുടെ ശരീരം ബോഡി ന്യൂട്രലാണ്. പാപം അല്ലെങ്കിൽ പിശാച്, പാപം ഒരു ബോസായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വരെ അവൻ്റെ കർത്തൃത്വത്തിലാണ് എൻ്റെ ശരീരത്തിന് ഞാൻ സമർപ്പിച്ചിരുന്നത്. രക്ഷിക്കപ്പെട്ടപ്പോൾ രാജാവ് മാറി, കർത്തൃത്വം മാറി, രാജ്യം മാറി. ഇന്നിപ്പോൾ എൻ്റെ കർത്താവ്, എൻ്റെ രാജാവ്, എൻ്റെ കർത്താവാ എൻ്റെ യേശു. അപ്പോൾ നാം അവനാണ് സമർപ്പിക്കേണ്ടത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാനിപ്പോൾ എന്താ ബ്രദറെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിൻ്റെ 12-13 വായിച്ചേ. ആകെ ബ്രദറെ, അപ്പോസ്തലൻ പറയുന്നല്ലോ ഇവിടെ സമർപ്പിക്കണം, നീതിക്ക് സമർപ്പിക്കണം. എപ്പോൾ, എങ്ങനെ സമർപ്പിക്കണം ബ്രദറെ? എപ്പോഴാണ് ഞാൻ സമർപ്പിക്കേണ്ടത്? അതിന്റെ 10-ാം വാക്യം നോക്കിക്കേ. കർത്താവ് എന്താ ചെയ്ത് നോക്കും, വായിക്കാമല്ലോ. പാപസംബന്ധമായി ഒരിക്കലായി മരിച്ചു. അങ്ങനെയെങ്കിൽ നാമും വൺസ് ഫോർ ഓൾ. എനിക്ക് തോന്നുമ്പോൾ ഞാൻ സമർപ്പിക്കും, തോന്നുമ്പോൾ സമർപ്പിക്കത്തില്ല. അങ്ങനെയല്ല. ഞാൻ പറഞ്ഞില്ല, പ്രൊസീജിയർ മറന്നു പോകരുത്. എപ്പോഴും ആ ബട്ടൺ തന്നെ വെക്കണം, എന്നാലേ സാധനം വർക്ക് ചെയ്യുള്ളൂ. മാറ്റിൻ്റെ കാര്യമില്ല. ഇത്രയും നാൾ ഞാൻ സമർപ്പിച്ച ജീവിതത്തിൽ കുറച്ച് നാൾ മാറ്റി നടക്കില്ല. എന്നേക്കുമായി നമ്മളെ സമർപ്പിച്ചു കൊടുക്കണം ബ്രദറെ. ഹല്ലേലൂയ. എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ സമർപ്പിക്കുന്നു, എനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങളെ എനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങളെ ഞാൻ സമർപ്പിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ
ആ ശിശു അവസ്ഥയിൽ നിന്ന് നമ്മൾ ആ മെച്യൂരിറ്റിയിലേക്ക് വളരാത്തത്. നമ്മളെ സ്വർഗരാജ്യത്തിന് പുത്രന്മാരായി ദത്തെടുത്തിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. പുത്രന്മാരായി നമ്മൾ ദത്തെടുക്കപ്പെട്ടവരാ. ഒരു ജനനവും വളർച്ചയും ഉണ്ട്, പക്ഷെ നമ്മളെ പുത്രന്മാരായി ദത്തെടുക്കപ്പെട്ടവരാ നമ്മൾ. ഹല്ലേലൂയ. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ ഏൽപ്പിക്കുന്നു, ചില കാര്യങ്ങൾ ഞാൻ ഏൽപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. അത് പറ്റിക്കലാ. അതിനെ പറ്റിക്കൽസ് എന്ന് പറയും. എപ്പോൾ സമർപ്പിക്കണം? ഒരിക്കലായി. എന്താ സമർപ്പിക്കേണ്ടത്? അതുകൂടെ പറഞ്ഞു നിർത്താം. എന്താ സമർപ്പിക്കേണ്ടത്? 12-1 വാക്യം, റോമാലേഖനം 12 അധ്യായം 1 വാക്യം. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം. എപ്പോൾ? വൺസ് ഫോർ ഓൾ, ഒരിക്കലായിട്ട്. എനിക്ക് തോന്നുമ്പോഴല്ല, എനിക്ക് എല്ലാ സാഹചര്യവും ഒത്തുവരുമ്പോഴല്ല, ഒരിക്കലായിട്ട് എൻ്റെ ശരീരങ്ങളെ സമർപ്പിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ശരീരം ന്യൂട്രലാണ്. നമ്മൾ ഏത് രാജാവിൻ്റെ കർത്തൃത്വത്തിന് സമർപ്പിക്കുന്നുവോ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടും. പാപത്തിന് ദാസന്മാരായി സമർപ്പിച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പാപത്തിൻ്റെ ഫലങ്ങളുണ്ടാവും. കൃപയ്ക്ക് ദാസന്മാരായി സമർപ്പിച്ചാൽ കൃപയുടെ ഫലങ്ങളുണ്ടാവും. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കാം. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. ഹല്ലേലൂയ. അങ്കിളെന്നെ പോലെ വരും. നമുക്ക് ഒരുങ്ങിയിരിക്കാം. ഹല്ലേലൂയ. മനസ്സൊരുക്കമാ ദൈവം നോക്കുന്നത്. നിങ്ങളുടെ മനസ്സുകൊണ്ട് കർത്താവ്, നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും ഞാൻ കാൽവരിയിൽ ഒഴുക്കിയ രക്തത്താൽ അതിനെ ഹിമം പോലെ വെളുപ്പിപ്പാൻ ശക്തിയേറിയതാ. ഹല്ലേലൂയ. കർത്താവ് അതിനെ സംശയം കൂടാതെ നമ്മൾ ഏറ്റെടുക്കണം. അങ്ങനെ സംഭവിക്കുകയോ അങ്ങനെ ശരിയാവുകയോ എന്ന് ചിന്തിക്കാതെ വിശ്വസിച്ച് സംശയം കൂടാതെ ഏറ്റെടുത്തിട്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് അവൻ്റെ സന്നിധിയിലൊന്ന് സമർപ്പിക്കാം. കർത്താവേ, തെറ്റിപ്പോയി കർത്താവേ, എനിക്ക് കുറേ നാൾ ഞാൻ പിറകോട്ട് പോയി കർത്താവ്, എൻ്റെ നടപ്പ് പിറകോട്ടായിരുന്നു കർത്താവേ. ഞാൻ ഇന്ന് രാത്രിയിൽ ഈ കൂട്ടായ്മയിൽ തിരിച്ചറിയുന്നു. എനിക്ക് പൂർണ്ണമായി നിന്നെ സമർപ്പിക്കണം കർത്താവേ. ഞാൻ അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഏറ്റെടുക്കുന്നു കർത്താവേ. ഞാൻ ഇന്ന് അവിടുത്തെ പാദാർത്ഥങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. എന്നെ ഒന്ന് കഴുകണമേ കർത്താവേ. എനിക്കൊരു പുതിയ ജീവൻ പകരണമേ കർത്താവേ. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ കർത്താവേ, അവിടുത്തെ രാജ്യത്തിലെ അംഗമായിട്ട്, അവിടുത്തെ കൃപയ്ക്ക് ദാസിയായിട്ട് എന്നെ സമർപ്പിപ്പാനായിട്ട് ഇന്ന് രാത്രിയിൽ അവിടുത്തെ പരിശുദ്ധാത്മ ശക്തി അടിയങ്ങളുടെ മേലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. ഹല്ലേലൂയ. യുവജനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.